എടാ ഇവ എന്തിയേ? എടാ എന്നെ ചെയ്യുന്ന മണിക്കൂർ ഒന്നാ ഇവിടെ പോസ്റ്റ് അടിച്ച് നിൽക്കാൻ തുടങ്ങിയിട്ട്. തിരുവനന്തപുരത്തെ കാഴ്ച മുഴുവൻ 2 മണിക്കൂർ കൊണ്ട് കാണിക്കാന്ന് പറഞ്ഞ് പോയവനാ. എന്നെ ചൂടായി ഞാൻ വരുവാടേ. വരുമായിരിക്കും. അത് നോക്കാം. ഇപ്പൊ നോക്കാം ഇവ എന്നാ കൊണ്ടുവന്നേക്കണേ. ഇനി എന്തായാലും വല്ല വള്ളിക്കെട്ടായിരിക്കും. എന്നാ എവിടെ ആയിരുന്നു? എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. 5 മണിയാകാൻ ഒരു 5 മിനിറ്റ് കൂടെ ഉണ്ട്. ഇപ്പൊ സാധനം വരും. 1 മണിക്കൂറായി ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ടേ. എന്നിട്ട് വേണം നിന്നെ ഒന്ന് പെരുമാറാൻ. പൊന്നല്ല, നിങ്ങൾ റിഗ്രറ്റ് ചെയ്യത്തില്ല. അമ്മാതിരി ഒരു അടിപൊളി എക്സ്പീരിയൻസ്. അത് മതി, അത് കിട്ടിയാൽ മതി. തിരുവനന്തപുരം വന്നേച്ച് വെറുതെ പോസ്റ്റ് അടിച്ചെന്ന് പറയുന്നത്. അതെ, എല്ലാവരും വെറും 2 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരം, അതായത് നമ്മുടെ തലസ്ഥാന നഗരം മൊത്തം നമ്മൾ കാണും. എന്തോ അങ്ങനെ നീ പെട്ടെന്ന് ഒരു ദിവസം തിരുവനന്തപുരത്തെ കാഴ്ചകൾ ഒരു 2 മണിക്കൂർ കൊണ്ട് കാണിക്കാൻ പറ്റുന്ന സാധനമാണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി, വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സാധനം. നേരെ കിഴക്കേക്കോട്ട വരിക, കിഴക്കേക്കോട്ടയിൽ നിന്ന് 100 രൂപ കൊടുത്ത് ബസ്സിൽ കയറി കിഴക്കേക്കോട്ടയിൽ നിന്ന് നേരെ പാളയം സ്റ്റാച്യു, കവടിയാറിൽ നിന്ന് ശംഖുമുഖത്ത് നിന്ന് ലുലുമാളിൽ നിന്ന് ഈഞ്ചക്കൽ വഴി അട്ടക്കുളങ്ങര, നേരെ വീണ്ടും കിഴക്കേക്കോട്ട. അങ്ങനെ ഒരു 2 മണിക്കൂർ. സത്യം, വെറും 100 രൂപ മുടക്കിയാൽ മതി. തിരുവനന്തപുരത്തിൻ്റെ മർമ്മപ്രധാനമായ എല്ലാ സ്ഥലങ്ങളും കാണാം. സെക്രട്ടേറിയറ്റ്, കവടിയാറ് കാണാം, പാളയം സ്റ്റാച്യു, സ്റ്റേഡിയം, യൂണിവേഴ്സിറ്റി കോളേജ്, അങ്ങനെ എല്ലാം തിരുവനന്തപുരത്തിൻ്റെ ഒരു മർമ്മപ്രധാനമായ സ്ഥലങ്ങളെല്ലാം കാണാം. മുകളിൽ കൂടി കാണുന്ന ഒരു പ്രത്യേകത തന്നെയാണ്. മുകളിൽ നിന്ന് കാണുമ്പോൾ ഒരു പ്രത്യേക വ്യൂ തന്നെയാണ്. ട്രിവാൻഡ്രത്ത് വന്നിട്ട് എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഇപ്പോൾ ട്രിവാൻഡ്രം ഞാനുള്ളതാണ്. വേറെയുള്ള ബസ്സുകളിൽ പോയി നമുക്ക് ഈ ഒരു എക്സ്പീരിയൻസ് കിട്ടത്തില്ല. എനിക്ക് അത്രയും ഇഷ്ടമായി. എന്താ ഞാൻ പറയുന്നത്, മുകളിൽ കൂടി കാണുന്ന ഒരു പ്രത്യേകത തന്നെയാണ്. പിന്നെ നമുക്ക് 100 രൂപ കൊടുത്തിട്ട് നമുക്ക് ട്രിവാൻഡ്രം ഫുള്ളായിട്ട് കാണാൻ പറ്റുമെന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രിവാൻഡ്രം വരുമ്പോൾ എന്തായാലും ഇതിൽ വരിക, ഈ ബസ്സിൽ കയറുക കേട്ടോ. ഇഷ്ടമായി. മുകളിൽ കൂടി കാണുന്ന ഒരു പ്രത്യേകത തന്നെയാണ്. ഈ ഒരു വണ്ടിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് വരുന്നത് സ്വിച്ച് മൊബിലിറ്റി, സ്വിച്ചിൻ്റെ E422 എന്ന മോഡലാണ് ഇത് വരുന്നത്. ഇതൊരു ഡബിൾ ഡെക്കർ ബസ്സാണ്. ഇതുപോലത്തെ ഒരു ടൂറിംഗ് പർപ്പസിനും കാര്യത്തിനും വേണ്ടിയൊക്കെ തന്നെ ഉപയോഗിക്കുന്ന കാര്യമാണ്. ഇതിൽ വരുന്നത് മാക്സിമം സീറ്റിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 65 സീറ്റിംഗ് കപ്പാസിറ്റിയാണ് ഇതിൽ വരുന്നത്. അതോടൊപ്പം തന്നെ അത് മികച്ച റേഞ്ച് നൽകുന്നത്. ഏറെക്കുറെ ഇത്രയും വലിയ വണ്ടിയാണെങ്കിൽ പോലും ഒരു ടിയാഗോ EVയുടെ ഒരു റേഞ്ച് കപ്പാസിറ്റി ഈ ഒരു വാഹനത്തിനുള്ളതെന്നുള്ളതാണ് ഏറ്റവും എന്താ പറയുന്നത് നമ്മളെ ആകർഷിക്കുന്ന ഒരു കാര്യം. പവർ റേഞ്ചിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ
ഇത് വരുന്നത് ഒരു 231 കിലോവാട്ട് മാക്സ് പവർ കൊടുക്കുന്ന ഒരു 235 കിലോവാട്ട് അവർ ബാറ്ററി ബാക്കുള്ള ആ ഒരു പവർ ട്രെയിൻ സിസ്റ്റമാണ് ഇതിൽ വരുന്നത്. അതോടൊപ്പം തന്നെ 3100 എണ്ണം ടോർക്കും ഇത് പുറപ്പെടുവിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇതിപ്പം നിങ്ങളിപ്പോൾ നമ്മളെ കൂടെ കാണാം, ഇപ്പം നമ്മൾ ഏറ്റവും ടോപ്പിലാണ് നിൽക്കുന്നത്. അപ്പം നമ്മളിങ്ങനെ നഗരത്തെ ഇങ്ങനെ ചുറ്റി കാണുന്നത് എപ്പോഴും എല്ലാവരും പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ ആൾക്കാരിൽ ഒരു കൂടുതൽ അഭിപ്രായം ചോദിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു കൂടുതലും തിരുവനന്തപുരംകാരാണ്. അതെ, അവർ ഡെയിലി കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ, ഡെയിലി പോകുന്ന ബസ്സുകളിൽ കാണുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സൈഡ് സീറ്റ് ഇരുന്ന് ഇപ്പോൾ പണ്ട് പറയുന്ന പോലെ സൈഡ് സീറ്റ് ജോൺസൺ മാസ്റ്റർ പാട്ട് അങ്ങനെ ഒരു എക്സ്പീരിയൻസ്. എന്നാൽ ഇത് ഒരു ആകാശ കാഴ്ച എന്നല്ലെങ്കിൽ ഇത്തിരി കൂടെ ഒരു ടോപ്പ് വ്യൂ ആണ്. അതെ, മേലയിൽ നിന്ന് നഗരത്തെ നോക്കി കാണുന്നതെന്ന് പറഞ്ഞാൽ വളരെ വ്യത്യസ്തമായൊരു ആ ഒരു എക്സ്പീരിയൻസ് കാണാൻ വേണ്ടിയാണ്. നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ചുറ്റും കാണാം, എല്ലാ സീറ്റും ഫില്ലാണ്. ഞാൻ ഈ നിൽക്കുന്ന ഒരു സീറ്റ് മാത്രമേ ഉള്ളൂ. സോ അതുകൊണ്ട് തീർച്ചയായും എല്ലാവരും KSRTCയുടെ ഈ സ്മാർട്ട് സിറ്റിയോടനുബന്ധിച്ച് നടത്തുന്ന ഈ ഒരു സർവീസിൽ എല്ലാവരും വരണം. അതെ, എല്ലാം പിന്നെ ഈ ഒരു ബസ് ചില്ലറക്കാരനല്ല. അതെ, നല്ല നോട്ട് എണ്ണി കൊടുത്ത് മേടിച്ച ഇതിന്റെ ബസ്സിന്റെ വില എന്ന് പറയുന്നത് 1,90,00,000 രൂപയാണ്. അതെ, തിരുവനന്തപുരംകാരാണ് കാണേണ്ടത്. അവരാണ് കണ്ടിട്ടില്ലാത്ത, അവരെല്ലാവരും വെറുതെ കറങ്ങി പോകുന്നേ ഉള്ളൂ. ആരും ഒന്നും കണ്ടിട്ടില്ല. സത്യത്തിൽ തിരുവനന്തപുരത്തുള്ള ആരും ഒന്നിനെ കുറിച്ചും കണ്ടിട്ടില്ല. നോക്കിയപ്പോൾ ഇതൊരു നല്ലൊരു ഇതായിരിക്കും. കാരണം ഓവറോൾ തിരുവനന്തപുരത്തിൻ്റെ എല്ലാ മെയിൻ സ്ഥലങ്ങളും കവറപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഇപ്പം നിലവിൽ തിരുവനന്തപുരത്ത് 2 ഇലക്ട്രിക് ബസ്സുകളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതിൽ ഇപ്പം നമ്മൾ ഡ്രൈവറോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് 200 കിലോമീറ്റർ, അതായത് മുകളിൽ കൂടി കാണുന്ന പ്രത്യേകത തന്നെയാണ്. ഒറ്റ റൗണ്ട് എന്ന് പറയുന്നത് 45 കിലോമീറ്ററാണ്. അപ്പോൾ ഫുൾ ചാർജിലെടുക്കുക. 2 ബസ്സിൻ്റെ സമയം എന്ന് പറയുന്നത് 8 മണി തൊട്ടാണ് തുടങ്ങുന്നത്. 8 മണിക്ക് ഒരു ബസ് പോകുന്നു, 10 മണിക്ക് വരും, 9 മണിക്ക് ഒരു ബസ് വരുന്നു, അത് 11 മണിക്ക് വരും. അങ്ങനെ 2 ബസ്സുകളാണ് ഇവർ സർവീസ് നടത്തുന്നത്. ഇപ്പം സംബന്ധിച്ചിടത്തോളം നല്ല രീതിക്കുള്ള ഇതുണ്ട്, നല്ല മൂവിങ് ഇതായതുകൊണ്ട് ആൾക്കാർ നല്ല അഭിപ്രായം പറയണത്. ഇപ്പം സോ എല്ലാവരും തിരുവനന്തപുരത്തെ ഈ ഒരു ബസ് സർവീസ് ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. ഇനി തിരുവനന്തപുരം കാണാനായിട്ട് 1000, 2000, 3000 ഒന്നും തിരക്ക് വെറുതെ 100 രൂപ മുടക്കിയിട്ട് ഈ ഒരു സിറ്റി റൈഡ് ബസ് കയറിയാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ തിരുവനന്തപുരത്തിൻ്റെ മർമ്മപ്രധാനമായ എല്ലാ കാഴ്ചകളും ഉയരത്തിൽ നിന്ന് കാണാം. അതെ, ഇതിൽ വേറൊരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഇവരെല്ലാവരും തന്നെ എല്ലാവരും അറിയുന്നവരൊന്നും ആയിരിക്കത്തില്ല. പക്ഷേ ഈ ട്രിപ്പിൻ്റെ അവസാനം 1-2 പേരെങ്കിലും നമ്മൾ പരിചയപ്പെടുകയും പിന്നെ സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള തിരുവനന്തപുരത്ത് തന്നെ ഉള്ളവരാണെങ്കിൽ തിരുവനന്തപുരത്തിൻ്റെ ഏതെങ്കിലും ഒരു മുക്കുമൂലയിലൊക്കെ നിൽക്കുമ്പോൾ അന്ന് ബസ്സിലുണ്ടായിരുന്നല്ലോ. അതെ, അങ്ങനെ ഒരു നല്ലൊരു അനുഭവം, നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഇത് വാഗ്ദാനം. ഇതാണ് KSRTCയുടെ പുതിയ നഗര കാഴ്ചകൾ നൽകുന്ന സിറ്റി റൈഡ് ബസ്. ഈ ഒരു വണ്ടിയെക്കുറിച്ചുള്ള ഈ ഒരു സിറ്റി അല്ലെങ്കിൽ ഈ ഒരു നഗര കാഴ്ചയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻസിലൂടെ ഞങ്ങളെ അറിയിക്കുക. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഡ്രൈവ്സ് ഫോർ മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ അണ്ടിൽ നെക്സ്റ്റ് ടൈം, കുടി ആൻഡ് പെപ്പെ പൊന്മണി ഉൻ വീട്ടു സൗഖ്യമാ